മനീഷ് തിരിച്ചുവരെ ഇപ്പോൾ മാത്യു കുളനാടൻ MLA മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്വാഭാവികമായിട്ടും സെറ്റിൽഡ് പൊസിഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അത്ര എക്സ്ട്രീം സർക്കംസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിൽ വരുന്നില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സസ് ഓഫ് പവർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ കോടതി ഇൻ്റർഫിയർ ചെയ്യാറുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ആ ഒരു ഡിസ്ക്രീഷനും ആ ഒരു വൈഡ് പവേഴ്സും നമ്മുടെ സംവിധാനത്തിലുള്ളതാണ്. പക്ഷേ ഇത് വിശദമായ വിധി കണ്ടാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. കാരണം ഞാനങ്ങനെ ഇപ്പോൾ വരുന്ന വാർത്ത ഒറ്റവരി വിധി എന്ന് പറഞ്ഞെങ്കിലും അപ്പീൽ ഡിസ്മിസ്ഡ് മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടോ എന്നെനിക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഈ ഹർജി പ്രിഫർ ചെയ്ത നിലയ്ക്ക്, ഇനിയിപ്പോൾ ആ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ലോയേഴ്സിൻ്റെ ഒരു എത്തിക്സ് പോലെ തന്നെ കക്ഷികൾക്കുമൊക്കെ ഒരു ഇതുപോലെ കേസ് നടത്തിപ്പിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹർജി വീണ വിജയൻ നൽകേണ്ടിയിരുന്നത് എറണാകുളം ഹൈക്കോടതിയിലായിരുന്നു. കാരണം സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ അതിന് മറുവാദമായി പറയാൻ കഴിയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് എക്സാലോജിക് കേസിന് പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോകണം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. അതും ഇപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ കേസ് തള്ളി എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം പീരീഡിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് കോടതിയുടെ ഒരു ഇൻട്രീം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ വിധിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നോട്ടീസ് നൽകിയതിന് ശേഷമേ അറസ്റ്റിലേക്ക് കടക്കാമുള്ളൂന്നോ അതല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു റിമൈൻഡറോ ഒരു റൈഡറോ ഒക്കെ ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ SFIO അന്വേഷണത്തിന് പര്യാപ്തമായ ഒരു കേസോ കുറ്റകൃത്യമോ നടന്നിട്ടില്ല എന്ന വാദത്തെ പ്രഥമദൃഷ്ട്യാ കോടതി തള്ളി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിൻ്റെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി ഇതുവരെ CPM-ഉം പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വീണ വിജയനെ പരിചയ തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ വേട്ടയാടലാണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ BJP-യുടെ ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം BJP സംഘപരിവാർ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വീണ വിജയനെ വേട്ടയാടുകയാണ് എന്ന രാഷ്ട്രീയ വാദം അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിൻ്റെ മൊനയൊടിക്കുന്നതാണ് ഈ വിധി. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ പരിശോധിച്ച കോടതി തീർച്ചയായിട്ടും ആ നിലയിൽ അന്വേഷണ ഏജൻസി റെസ്ട്രിക്റ്റ് ചെയ്യുമായിരുന്നു. അന്വേഷണ ഏജൻസിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അന്വേഷണം ദുരുദ്ദേശപരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ള ഇന്നത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാദം പാടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും പ്രഥമദൃഷ്ട്യാ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും വഴിവിട്ട കാര്യങ്ങളും ഈ രാജ്യത്തെ അനുശാസിക്കുന്ന നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ട് അതിവിപുലമായ ക്രമക്കേടും നടത്തിയെന്ന് പ്രാഥമികമായി കോടതിക്ക് കൂടി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി തന്നെ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ CPM ഔദ്യോഗികമായി ഇനിയെങ്കിലും അവർ നേരത്തെ പറഞ്ഞ കാര്യം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. അതായത് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നും രണ്ട് കമ്പനികൾ തമ്മിൽ സുതാര്യമായി നടന്നിട്ടുള്ള ഇടപാടാണ് എന്നും ഉള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുൻ നിലപാട് പിൻവലിക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അറസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഡിസ്ക്രിഷനാണ്. ഏതെങ്കിലും ഒരു
നോൺ ബെയിലബിൾ ഒഫൻസിൽ ആരെങ്കിലും പ്രതിയായാൽ തന്നെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അറസ്റ്റ് ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ട, അതായത് അവരെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി വരുമ്പോഴോ മാത്രമാണ് അറസ്റ്റിൻ്റെ ഘട്ടത്തിലേക്ക് വരുന്നുള്ളൂ. അറസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാകാൻ പാടില്ലായില്ല. കാരണം ഇതിൻ്റെ ക്രമക്കേടുകളുടെ വ്യാപ്തി എന്തുമാത്രമാണ് എന്ന് നമുക്കറിയില്ല. അതനുസരിച്ചാണ് എവിടെ വരെ പടർന്നു പന്തലിച്ച് കിടക്കുന്നു. ഇനി അതല്ല, ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിസ്ഥാനത്തുള്ള വ്യക്തി രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ ഏജൻസി അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാം. ആ നിലയ്ക്കുള്ള സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ ഉണ്ടോ എന്നും കൂടി അവർ പരിശോധിക്കും. എന്തുതന്നെ ആയിരുന്നാലും ഇതിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് ഈ സമയത്ത് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ കമ്പനി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള പണത്തിനോ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടുകൾക്കോ ഒരു സർവീസും നൽകിയിട്ടില്ല എന്ന് ഇതിനോടകം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് സർവീസാണ് ഈ കമ്പനികൾക്ക് ലഭിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കമ്പനികൾ നിരവധി ആനുകൂല്യം ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട രണ്ടാം ഭാഗം ഏതാനും വൈകാതെ ഞാനും വീണ്ടും ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ കമ്പനി വാങ്ങിയ പണത്തിന് തിരിച്ച് ഫേവർ ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീണ്ടാൽ ആർക്കും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വീണ വിജയന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക ഹൈക്കോടതി വീണ വിജയന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. എക്സാലോജിക്കിന് വേണ്ടി വീണ വിജയൻ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി അല്പം മുൻപ് തള്ളിയത്. SFIO അന്വേഷണത്തിന് എതിരെയായിരുന്നു എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. SFIO അന്വേഷണം റദ്ദാക്കണം എന്നായിരുന്നു വീണയുടെ ആവശ്യം. ഈ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. SFIO അന്വേഷണം തുടരാം എന്ന നിർണായകമായ വിധി പ്രസ്താവമാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേർന്നു. ഷഫീദ്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന വിവരങ്ങളും പ്രതികരണങ്ങളും? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ജഡ്ജ്മെന്റിന്റെ പകർപ്പ് പൂർണ്ണമായും നാളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ വീണ വിജയനെ സംബന്ധിച്ച് വീണ വിജയൻ മുന്നോട്ട് വെച്ച ഹർജിയിലെ വാദങ്ങൾ പൂർണ്ണമായും കർണാടക കോടതി തള്ളി എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ROC അന്വേഷണം നടക്കുന്നതിനിടയിൽ എന്തിനാണ് വീണ്ടും ഒരു SFIO അന്വേഷണം എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. പക്ഷേ അതിനെ സാങ്കേതികമായി നേരത്തെ തന്നെ കർണാടക കോടതി ചില കാര്യങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചതാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ ആ ഹർജി പൂർണ്ണമായും തള്ളുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, SFIO വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് ഇനി കടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, അറസ്റ്റ് പരിരക്ഷ വീണയ്ക്കുണ്ട് എന്ന തരത്തിലേക്കുള്ളൊരു കാര്യം നിലവിലിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിവരമായി നമുക്ക് ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം KSIDCയിലെ പരിശോധന നടന്നു, CMRലെ പരിശോധന നടന്നു. ഇനിയുള്ളത് എക്സാലോജിക്കാണ്. എക്സാലോജിക്കിന്റെ ഏക MD എന്ന് പറയുന്നത് വീണ വിജയനാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യണം, വേണ്ടി വന്നാൽ അറസ്റ്റിലേക്ക് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ വശമായി അവിടെ നിൽക്കുന്നു. ഇനി രണ്ടാമത്തേത് രാഷ്ട്രീയമായി ചർച്ചയാകുന്നതാണ്. നേരത്തെ തന്നെ നമുക്കറിയാം, മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണയും കടന്ന് മുഖ്യമന്ത്രിയിലേക്ക് ആരോപണത്തിന് മുനചെന്നെത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. അത് കൃത്യമായ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അതായത് CMRലെ ഖനന അനുമതി അത് റദ്ദാക്കിയത് നമുക്കറിയാം കഴിഞ്ഞ ഡിസംബറിൽ മാത്രമാണ്. അതിന് തൊട്ട് മുൻപ് ആഗസ്റ്റിലായിരുന്നു മാസപ്പടി വിവാദം ഉണ്ടായത്. മാസപ്പടി വിവാദം ഉണ്ടായതിനു ശേഷം മാത്രം CMRലുമായിട്ടുള്ള ഖനനാനുമതി റദ്ദ് ചെയ്തത് ഈ മാസപ്പടിക്ക് വേണ്ടിയിട്ടാണോ, CMRലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യം. 2019 കേന്ദ്ര നിയമ ഭേദഗതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് 5 വർഷം കാത്തിരുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യം അത് മുഖ്യമന്ത്രിയിലേക്ക് നേരെ വഴിതിരിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും SFIO ഇനി ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SFIO ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും വീണ വിജയനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും ഒരേപോലെ നിർണായകമാണ്. ആ ജഡ്ജ്മെന്റ് പകർപ്പിൽ ഏതെങ്കിലും സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അപ്പോഴും വേണു, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അടക്കം പ്രസ്താവന രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അതും കടന്ന് കോടതി മുമ്പിൽ അതൊരു നിയമവ്യവഹാരമായി എത്തുമ്പോൾ അത് രാഷ്ട്രീയമായ വേട്ടയാടലിനപ്പുറത്തേക്ക് SFIOയ്ക്ക് കേസ് അന്വേഷിക്കാൻ
എല്ലാ തരത്തിലുള്ള നിയമവശങ്ങളുമുണ്ട് എന്ന് കോടതി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ കോടതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ SFIയുടെ അന്വേഷണം തുടരും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ CPM-നെതിരെ, LDF-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമായി അത് മാറുകയും ചെയ്യും. വേണോ? ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. മനേഷ് മൂർത്തിയും ചെന്നൈയിൽ നിന്ന് കോടതി വിധിയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. SFIO അന്വേഷണത്തിനെതിരായ വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. SFIO അന്വേഷണം തുടരും. ഒറ്റ വാക്കിലാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. വിധി പകർപ്പ് നാളെ കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും ജസ്റ്റിസ് M നാഗപ്രസന്ന പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനേഷ്, എന്തായിരുന്നു കോടതി നടപടിക്രമങ്ങൾ? വേണു, നമുക്കറിയാം തിങ്കളാഴ്ച ഇതിന്റെ വാദങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതാണ്. ഇന്നിപ്പോൾ വിധി പറയുക എന്നത് മാത്രമാണ് കോടതി ചെയ്തിട്ടുള്ളത്. അതും ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം വന്നിട്ടുള്ളത്. കേസ് തള്ളുന്നു, അതായത് എക്സാലോജിക്ക് നൽകിയ ഹർജി അന്വേഷണം, അതായത് SFIയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി തള്ളുന്നു എന്നത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിധിയുടെ പൂർണ്ണ രൂപം, അതായത് വിധി പകർപ്പ് നാളെ മാത്രം അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് ആ ഒരു വിധിയിൽ പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. എന്തായാലും അപ്പോൾ ആ വിധി പകർപ്പ് വന്നെങ്കിൽ മാത്രമേ പൂർണ്ണമായ വിവരങ്ങൾ, അതായത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോസുകൾ ഉണ്ടോ, എന്താണ് ഇനി മുൻപോട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ, എക്സാലോജിക്കിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ആ വിധിപ്പകർപ്പ് എന്തായാലും കിട്ടിയേ പറ്റും. പക്ഷേ നിലവിൽ വന്നിട്ടുള്ളത് എന്തായാലും എക്സാലോജിക്കിനും വീണ വിജയനും ഒക്കെ വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടിയായിട്ടുള്ള ഒരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. സമർത്ഥിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് അന്നത്തെ ദിവസം തന്നെ, തിങ്കളാഴ്ച നമ്മൾ നോക്കി കണ്ടതാണ് അതെല്ലാം. അതായത് രണ്ട് അന്വേഷണം നടക്കുന്നു, ഒരേ കേസിൽ രണ്ട് അന്വേഷണം നടക്കുന്നു. അതിന്റെ നിയമവിരുദ്ധതയാണ് പ്രധാനമായും എക്സാലോജിക്ക് ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന തരത്തിലാണ് SFIയുടെ വാദമുഖങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ വിധി പ്രസ്താവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും SFIO സമർത്ഥിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ പ്രധാനമായും പറഞ്ഞ, കോടതിയെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങളായിരുന്നു. അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ സംഭാവനയായി നൽകിയിരിക്കുന്നു CMRL എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1,76,00,000 രൂപ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങളാണ്, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ, അല്ലെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കൃത്യമായ ക്രമക്കേടുകൾ തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ ഒരു ഘട്ടത്തിൽ ഈ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാതിരിക്കാനാവില്ല. അത് ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണം റദ്ദാക്കാനുള്ള അനിവാര്യത, അല്ലെങ്കിൽ റദ്ദാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എന്തായാലും കോടതിയെ SFIO അറിയിച്ചത്. എന്തായാലും ഈ വാദങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം ഇന്നിപ്പോൾ ഒറ്റ വരിയിലാണ് വിധി പ്രസ്താവം വന്നിട്ടുള്ളത്. ഹർജി തള്ളുന്നു, എക്സാലോജിക്കിന്റെ ഹർജി തള്ളുന്നു എന്നുള്ളൊരു കാര്യം മാത്രം. എന്തായാലും ഇതിന്റെ വിധി പകർപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകാൻ സാധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും എക്സാലോജിക്കിന്റെ ഈ ഒരു ഹർജി തള്ളിയ സാഹചര്യത്തിൽ SFIO എന്തായാലും കടുത്ത നടപടികളുമായി മുൻപോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം CMRL പരിശോധന നടത്തിയതാണ്, വിവരങ്ങൾ ശേഖരിച്ചതാണ്. KSIDCയിൽ പരിശോധന നടത്തിയതാണ്, വിവരങ്ങൾ ശേഖരിച്ചതാണ്. ഇനിയിപ്പോൾ ഉള്ളത് എക്സാലോജിക്കാണ്. എക്സാലോജിക്കും വീണ വിജയനിലേക്കും തന്നെ ഇനി വളരെ വേഗത്തിൽ അന്വേഷണം കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വിധി വരുന്നത് വരെ, തിങ്കളാഴ്ച ഈ കേസ് മാറ്റിവെക്കുമ്പോൾ, വിധി പറയാൻ മാറ്റിവെക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം SFIOക്ക് നൽകിയിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ എക്സാലോജിക്കിനും മറ്റൊരു നിർദ്ദേശം നൽകിയിരുന്നു. SFIO ആവശ്യപ്പെടുന്ന രേഖകൾ കൃത്യമായി രേഖകൾ നൽകണമെന്നുള്ള ഒരു കാര്യവും ഒരു നിർദ്ദേശവും എന്തായാലും എക്സാലോജിക്കിനും നൽകിയിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ എക്സാലോജിക്കിനെ സമീപിക്കുക, അല്ലെങ്കിൽ എക്സാലോജിക്കിലേക്ക് അന്വേഷണം എത്തുക എന്നത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായി ഇനിയിപ്പോൾ SFIOക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഒരു പക്ഷേ നാളെ വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും SFIOയുടെ തുടർ നടപടികൾ ഉണ്ടാവുക. വേണു, മനീഷ്, ഇപ്പോൾ നാളെ എപ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുക? നാളെ 10:30 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറയുന്നു. എപ്പോഴേക്കും ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും? മാത്രവുമല്ല, നേരത്തെ കോടതി പറഞ്ഞു അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന്. സ്വാഭാവികമായും SFIO പറയുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് സാധ്യതയടക്കം ഒരു നിരീക്ഷണമായി കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. ഈ വിളിച്ചു വരുത്തുക, പ്രോസിക്യൂട്ട് ചെയ്യുക, അറസ്റ്റ് ചെയ്തതിനൊക്കെ അധികാരമുള്ള ഒരു ഏജൻസി കൂടിയാണല്ലോ SFIO. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടി വരും എന്ന് കരുതാമോ നാളെ ഈ വിധി പ്രസ്താവത്തിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോൾ?
വേണു, വിധി പറയാനായി കേസ് മാറ്റിവെക്കുമ്പോൾ, തിങ്കളാഴ്ച മാറ്റിവെക്കുമ്പോൾ ഇരുവിഭാഗത്തിനും അനുകൂലമായൊരു നിലപാട്, അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തൊരു നിലപാടാണ് എന്തായാലും കോടതി ആ ഒരു ഘട്ടത്തിൽ എടുത്തിരുന്നത്. അതാണ് കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം സ്വാഭാവികമായും എക്സാലോജിക്കിന് വലിയ ഗുണകരമായി, അല്ലെങ്കിൽ താൽക്കാലിക ആശ്വാസമായി തന്നെ നിലനിന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പുറത്ത് എക്സാലോജിക്കിനോട് എല്ലാ വിവരങ്ങളും എല്ലാ രേഖകളും നൽകണം എന്നുള്ളതും SFIOക്ക് അനുകൂലമായ ഒരു നിലപാട് എന്തായാലും കോടതി എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിധി പ്രസ്താവം എന്ന് പറയുന്നത് ഒറ്റ വരിയിലുള്ള വിധിയാണ്. അതിൽ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ജസ്റ്റിസ് M നാഗപ്രസന്ന പറഞ്ഞിട്ടില്ല. അത് വിധിപ്പകർപ്പ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുക. ഒരു പക്ഷേ ഈ പറഞ്ഞ കടുത്ത നടപടി, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ അതിലുണ്ടോ, അല്ലെങ്കിൽ ആ ഉത്തരവിലുണ്ടോ എന്നുള്ളത് നമുക്ക് തീർച്ചയായും നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ, ഈ ഒറ്റ വരി തന്നെയാണ് വിധിയിൽ ഉള്ളത് എങ്കിൽ, എന്തായാലും വളരെ വേഗത്തിലായിരിക്കും ഇനിയിപ്പോൾ SFIOയുടെ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം CMRലെ അന്വേഷണം ഏറെക്കുറെ അവർ തീർത്തതാണ്. KSIDCയിലെ അന്വേഷണത്തിൽ നിന്ന് വിശദമായ അന്വേഷണം നടത്തുകയും അവിടുന്ന് രേഖകളെല്ലാം തന്നെ സ്വീകരിച്ചതാണ്, അല്ലെങ്കിൽ രേഖകളെല്ലാം തന്നെ ശേഖരിച്ചതാണ്. ഇനിയിപ്പോൾ ഉള്ളത് എക്സാലോജിക്കാണ്. എക്സാലോജിക്കിൽ നിന്നാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. പ്രാഥമികമായി തന്നെ 135 കോടി രൂപയുടെ ഒരു സംഭാവനയായി നൽകി എന്നുള്ള കാര്യം ആദായനികുതി വകുപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ പറഞ്ഞ രീതിയിൽ സേവനം നൽകാതെ എക്സാലോജിക്ക് പണം കൈപ്പറ്റി എന്നുള്ള കാര്യം ഇവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, SFIO കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ വിധിയിലേക്ക് എന്തായാലും ജസ്റ്റിസ് M നാഗപ്രസന്ന എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും SFIOക്ക് വളരെ അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അന്വേഷണമായി മുൻപോട്ട് പോകാം, തടസ്സങ്ങളില്ല എന്ന് തന്നെയായിരിക്കും ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കടുത്ത നടപടികൾ, അത് നേരത്തെ സൂചിപ്പിച്ച അർത്ഥത്തിലുള്ള കടുത്ത നടപടികൾ, അത്തരത്തിലുള്ള എന്തെങ്കിലും ക്ലോസ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും നമുക്ക് നാളെ ഒരു ഉച്ചയ്ക്ക് മുൻപായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിധി പകർപ്പ് എന്തായാലും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ എക്സാലോജിക്കിനെ സമീപിക്കുക, വീണ വിജയനിലേക്ക് തന്നെ അന്വേഷണം തുടരുക, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്നെ മുൻപോട്ട് പോവുക എന്നത് തന്നെയായിരിക്കും SFIOയുടെ ഏറ്റവും പ്രധാന നടപടി എന്ന് പറയുന്നത്. വേണം. ശരി, ഷഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇതിനു മുൻപ് SFIO ചെന്നത് 2 സ്ഥാപനങ്ങളിലാണ്, CMRലും അതുപോലെ തന്നെ KSIDCയും. വീണയെ സംബന്ധിച്ചിപ്പോൾ അവരുടെ സ്ഥാപനം മരവിപ്പിച്ച നിലയിലാണ്. അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ തന്നെ ഈ അന്വേഷണത്തെ നേരിടേണ്ടി വരും. അപ്പോൾ നേരിട്ട് ചോദ്യം ചെയ്യലിലേക്ക് SFIO കടക്കുക, അത്തരമൊരു അടിയന്തര സാഹചര്യമല്ലേ ഈ വിധിയോടെ വരുന്നത്? വേണു, ഇക്കാര്യത്തിൽ വളരെ സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിങ്ങനെയാണ്, അതായത് നിലവിലിപ്പോൾ എക്സാലോജിക്ക് വഴി വീണ വിജയൻ എന്ന കണക്ഷൻ അപ്പുറത്തേക്ക് ഒരു പക്ഷേ SFIO അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്കാകും. VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDCയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്വേഷണത്തെ ഭയപ്പെടുന്നു, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട് എന്നതാണ് യാതൊരു. ഇതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ അന്വേഷണ സമയത്ത് ഇടപെടാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധിയുണ്ട്. എന്നിട്ടും അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ പോയി, നിയമപരമായ മാർഗങ്ങൾ തേടി. അതുകൊണ്ട് ഇത് ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എന്നാലും അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമില്ല. അന്വേഷണം 8 മാസത്തേക്കാണ്. എനിക്ക് ഇതുവരെ പിടികിട്ടിയില്ല ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം. ഈ കേസിൽ എന്തിനാണ് 8 മാസത്തെ കാലപരിധി നിശ്ചയിച്ചത്? 8 മാസം എന്തിനാണ് കേസ് അന്വേഷിക്കാൻ? ഈ ഫയലുകൾ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ നോക്കി തീർക്കാവുന്ന ഫയലുകളാണ്. മാത്രമല്ല സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളായ 2 സ്ഥാപനങ്ങൾ, ഇൻകം ടാക്സ് ആക്ട് വഴി നിലവിൽ വന്ന ഇൻകം ടാക്സ് ഇന്ററിം ബോർഡ് ട്രൈബ്യൂണൽ, അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ആക്ട് പ്രകാരം അധികാരത്തിൽ വന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഈ 2 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെയും ഫൈൻഡിംഗ് ഉണ്ട്. ഇത് വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ 8 മാസത്തേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്താണ് എന്ന് അന്വേഷിക്കണം. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടെ കാത്തിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കോഴ കേസിലും കരുവന്നൂർ ED കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെങ്കിൽ നിയമപരമായ നടപടികൾ ഞങ്ങൾ തീർക്കും. അല്ല, അന്വേഷണം തടസ്സപ്പെടുത്താൻ നോക്കി, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് അന്വേഷണത്തെ ഭയപ്പെടുന്നു. ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു ഗ്രൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല.
ഒരു വാദഗതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത്. ഇപ്പോ അവസാനം വൈകി കിട്ടിയ വാർത്ത അതെല്ലാം റീസ്റ്റോർ ചെയ്തു എന്നുള്ളതാണ്. ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം BJPയുടെ 6500 കോടിയുള്ള അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടില്ല, കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. എന്തും ഈ രാജ്യത്ത് നടത്തും. കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാൻ സ്വാധീനവും പണവും കേന്ദ്ര ഏജൻസികളുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഭരണകൂടം. ആ ഭരണകൂടത്തിന്റെ ചെയ്തികൾ അതാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ ഇന്ത്യ മുന്നണിയിൽ നിർത്താതിരിക്കാൻ എന്തെല്ലാം ചെയ്യുമോ ആ ഘടകകക്ഷികളെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ. അതേ അവസരത്തിൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. BJPയുടെ അക്കൗണ്ട് അതുപോലെ നിലനിൽക്കുകയും ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ചെയ്യുന്ന വിവേചനമാണ് അതിലൂടെ നടന്നത്. എന്തും ചെയ്യാൻ ഈ ഫാസിസ്റ്റ് ഭരണകൂടം മടിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ആ കണ്ടത്. നമുക്ക് കാണാം, നമുക്കതിനെ നേരിടാം. ഇവർ ഇത്രയും കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ ഫാസിസ്റ്റുകൾ, ഈ വർഗീയവാദികൾ ഇന്ത്യയിൽ ഒരു കാരണവശാലും മൂന്നാമത് അധികാരത്തിൽ വരാൻ പാടില്ല. അതിനുവേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നടപടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, അത് അന്വേഷണം നടക്കട്ടെ, നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ. അന്വേഷണം നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്വേഷണം നീതിപൂർവമായി നടക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ അന്വേഷണത്തെ കൂടി സംശയിച്ചത്. അന്വേഷണം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഗവൺമെന്റിന്റെ മീതെ, CPMന്റെ മീതെ ഒരു പ്രഷറുണ്ടാക്കി. ലോകസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം BJP CPM ബന്ധമുണ്ടാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ED അന്വേഷണം, കരുവന്നൂർ ബാങ്കിന്റെ ED അന്വേഷണം തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് തീരും. എവിടെയായിപ്പോ അന്വേഷണം? CPMന്റെ ആ ജില്ലയിലെ നേതാക്കന്മാർ മുഴുവൻ മുൾമുനയിലാണ്. അവര് മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുക. അപ്പൊ അവര് വിചാരിക്കുക അറസ്റ്റ് ചെയ്യില്ല. അതിങ്ങനെ നീട്ടി കൊണ്ടുപോവാണ്. മുൾമുനയിൽ നിർത്തി CPM BJP ബാന്ധവം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനുവേണ്ടി ഈ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എക്സാലോജിക് വിധിയെപ്പറ്റി VD സതീശൻ പ്രതികരിക്കുകയാണ് മലപ്പുറത്ത്. VD സതീശൻ ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ അന്വേഷണത്തെ ഒരു തരത്തിലും തടയില്ല എന്നാണ് CPM പറയുന്നത്. എങ്കിലും അത് തടയിടാനുള്ള നീക്കമാണ് സർക്കാർ തലത്തിൽ നടന്നത്. അങ്ങനെയാണ് KSIDCക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിന്നുള്ള പ്രമുഖ അഭിഭാഷകൻ എത്തിയത്. പിന്നെ പിണറായിയുടെ മകൾ വീണയും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. അതിനെല്ലാം തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണത്തെ ഭയമുണ്ട്, കൈകൾ ശുദ്ധമല്ല, മടിയിൽ കനമുണ്ട്. ഇതെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് എന്നാണ് VD സതീശൻ പറയുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പറഞ്ഞു വന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഷഫീദ് പറഞ്ഞു തുടങ്ങിയത്. വേണുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ROC റിപ്പോർട്ടിലെ പ്രാഥമിക കണ്ടെത്തലുകൾ നമ്മൾ കണ്ടതാണ്. അതിലൊന്നെന്ന് പറയുന്നത് എക്സാലോജിക് CMRL ഇടപാടിൽ എന്ത് സേവനം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഉത്തരമില്ല. 2, എക്സാലോജിക്ക് കൃത്രിമ രേഖകൾ ചമച്ചു. 3, അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് KSIDC ഡയറക്റ്റ് ഓൺ ചെയ്യുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് CMRL ഇൻഡയറക്റ്റ് കൺട്രോൾ ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് അത് ROC ഒരു കണ്ടെത്തൽ ROCയുടെ റിപ്പോർട്ടിൽ പ്രൈമറി ഫൈൻഡിങ്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ കമ്പനി ആക്ട് റൂൾ പ്രകാരം 210 നിന്ന് 212 SFI അന്വേഷണം എത്തിയപ്പോൾ SFI ചുമത്തിയ സ്വാഭാവികമായും ഉള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് ആ അന്വേഷണം എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്നുള്ള കാര്യം സംശയിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു പക്ഷേ അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താം എന്നുള്ള സാധ്യതയ്ക്ക് ഒരു കാരണം നമുക്ക് കാണാനില്ല. കാരണം അതിനെ തെളിവിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന ചില തെളിവുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ മുൻപ് പറഞ്ഞതാണ്. 2019 കേന്ദ്ര നിയമ ഭേദഗതി ഉണ്ടായിട്ട് കൂടി CMRLുമായിട്ടുള്ള ഖനന എഗ്രിമെന്റ് റദ്ദാക്കാൻ 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു. മാസപ്പടി വിവാദം പുറത്തറിഞ്ഞതിന് ശേഷം മാത്രമാണ് CMRLുമായിട്ടുള്ള കരാറുകൾ വ്യവസായ വകുപ്പ് റദ്ദ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, വ്യവസായ വകുപ്പിനെയൊക്കെ കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയുന്ന പല തരത്തിലുള്ള കൺട്രോളിംഗ് സാധനങ്ങൾ അത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിലിപ്പോൾ എക്സാലോജിക്കും വീണാ വിജയനുമാണെങ്കിൽ കൂടി അത് ചെന്നെത്തി നിൽക്കുക മുഖ്യമന്ത്രിയിലേക്കാണ്. SFI അന്വേഷണത്തിന് അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ROC റിപ്പോർട്ടിലെ അവരുടെ പ്രൈമറി ഫൈൻഡിങ്സിൽ തന്നെ പറഞ്ഞു
പറഞ്ഞ് റെഫർ ചെയ്തിട്ടാണ് മറ്റൊരു ഏജൻസിയിലേക്ക് ഇക്കാര്യങ്ങൾ വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും SFIയുടെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷനിലും പ്രാഥമിക അന്വേഷണത്തിലും ഇക്കാര്യങ്ങൾ വരും എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം. അത് രാഷ്ട്രീയമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു, സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും എന്നതിനപ്പുറത്തേക്ക് CPM-നെ സംബന്ധിച്ച് അത് വലിയ തരത്തിൽ ഒരു ദീർഘകാലത്തേക്കുള്ള തലവേദനയായി മാറും. ആ തലവേദന എത്ര നാൾ കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമായിരിക്കും ഇനി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രവുമല്ല, ഇനി ഇക്കാര്യത്തിൽ CPM ഏത് വിധത്തിലുള്ള ന്യായീകരണം മുന്നോട്ട് വയ്ക്കും എന്നുള്ളതും രാഷ്ട്രീയമായി ഏറെ നിർണായകമാണ്. കാരണം ഇതിനോടകം തന്നെ പറഞ്ഞത് നിയമപരമായി എല്ലാം നേരിടും എന്നുള്ളതാണ്. കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ കർണാടക ഹൈക്കോടതി തന്നെ പറയുന്നു, വീണ വിജയൻ നൽകിയിരിക്കുന്ന ഹർജി, അതായത് വീണ വിജയൻ ROC അന്വേഷണം നടക്കുമ്പോൾ എന്തിനു വീണ്ടും SFI അന്വേഷണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ പോയ ഹർജി അത് തള്ളിയിരിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് പകർപ്പിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ അറസ്റ്റ് പരിരക്ഷയുണ്ടോ, കുറച്ച് ദിവസത്തേക്കെങ്കിലും അറസ്റ്റ് പരിരക്ഷ, അതൊരു പക്ഷേ ഒരു ഉപാധി വെച്ചായിരിക്കും കൊടുക്കുക. എക്സാലോജിക്കിനോട് അവർക്ക് ഹാജരാക്കാനുള്ള രേഖകൾ അത് ഹാജരാക്കും വരെ ഏതെങ്കിലും തരത്തിലുള്ള അറസ്റ്റ് പരിരക്ഷ ഒരുക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ഇക്കാര്യത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് SFI ഈ അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ കൊണ്ടുപോകും. KSIDCക്കും CMRLനും പിന്നാലെ ചെന്നെത്തി നിൽക്കേണ്ടത് എക്സാലോജിക്ക് തന്നെയാണ്. എക്സാലോജിക്കിന്റെ ഏക MD ആയിട്ടുള്ള വീണ വിജയനിലേക്ക് തന്നെയാണ്. വേണു, മനീഷ് മൂർത്തിയും ബംഗളൂരുവിൽ നിന്ന് തുടരുന്നുണ്ട്. മനീഷിലേക്കും ഷഫീദ് റാവുത്തറിലേക്കും വരാം. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട വിധിയാണ് വന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആകെ ഒന്നിലും വിശ്വാസമില്ലെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾക്ക് എന്നും വിശ്വാസമുണ്ട്. കോടതി അത് റൈറ്റ് ഹാൻഡ് അത് ഡീൽ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക് കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജനമറിയണം, ലോകമറിയണം, പിണറായി വിജയനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ്, ആഗ്രഹമാണ്. എക്സാലോജിക് അല്ല, അതിന്റെ അന്വേഷണത്തിന്റെ ഏജൻസിയോട് വിശ്വാസമുണ്ട് എന്നുള്ള കാര്യം ചോദിച്ചാൽ വിശ്വാസം ഉണ്ടായ സംഭവങ്ങളുണ്ട്, വിശ്വാസമില്ലാത്ത സംഭവങ്ങളുണ്ട്. ഇതിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം, കോടതിയുടെ മുൻപിൽ വന്ന ഒരു കേസിന്റെ അകത്ത് ഇനി വലിങ്ങനെയൊന്നും ഒരു ഏജൻസിക്ക് കടന്ന് കുത്തി അത് പൊളിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക്. കോടതിയുടെ ഒരു ഒബ്സർവേഷൻ എന്തായാലും ആ കേസിന്റെ അകത്ത് ഉണ്ടാകും. അതുകൊണ്ട് വലിയൊരു അപകടം വരാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതൊക്കെ അങ്ങ് റെഡിയായില്ലേ? നമ്മുടെ എന്തെന്ന് ഫ്രീസ് ചെയ്യാൻ? നമ്മളെ കൈമൽ എന്ത് കാശാണ്, ആ പടവും കൊണ്ട് അവിടെ നടക്കുന്നത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് അന്നൊന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ്. എന്ത് പണം നമുക്ക് നമ്മളെ അക്കൗണ്ട് പോയി നോക്ക്, നിങ്ങൾ ഏടി അക്കൗണ്ട് കാശ് എന്തൊന്നും അത് മരവിപ്പിക്കാനൊന്നും ഇല്ലെന്നേ. AICCയുടെ കയ്യിലില്ല, KPCCന്റെ കയ്യിലില്ല, ജില്ലയിലില്ല, പേടിയില്ല. അതുകൊണ്ട് അതിലൊന്നൊരു പേടിയൊന്നും നമുക്കില്ല. ഓക്കെ, അതറിയില്ല, നമ്മൾ തൊട്ട് നോക്കിയാലല്ലേ തിരിയുന്നു മരവിച്ചിട്ടുണ്ടോ. KPCC പ്രസിഡന്റ് K സുധാകരനും കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു. അതിനിടെ മന്ത്രിമാരുടെ പ്രതികരണവും വരുന്നുണ്ട്. V ശിവൻകുട്ടി, P രാജീവ് എന്നിവരുടെ പ്രതികരണമാണ് വരുന്നത്. ശിവൻകുട്ടി പറഞ്ഞത് കോടതി പറയുന്നത് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്തു പറയാൻ എന്നാണ്. നിയമമന്ത്രി P രാജീവും പ്രതികരിച്ചിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി വിധി അത് അവരോട് ചോദിക്കണമെന്നാണ് മന്ത്രി P രാജീവ് പറഞ്ഞിരിക്കുന്നത്. ആരോടാണ് എന്നത് വ്യക്തമല്ല. മന്ത്രിയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ വരുമ്പോഴാണ് അതിലൊരു വ്യക്തത വരിക. ഷഫീദ് റാവുത്തറും മനീഷ് മൂർത്തിയും തുടരുന്നുണ്ട്. വീണ്ടും മനീഷിലേക്ക്. മനീഷ്, ഈ എക്സാലോജിക്ക് വാദിച്ചത് 212 വകുപ്പ് പ്രകാരമുള്ള SFI അന്വേഷണം എന്ന് പറയുന്നത് ആ രംഗത്തെ UAPA ആണ് എന്നാണ്. ഇപ്പോൾ സഹാറ ഗ്രൂപ്പിനൊക്കെ എതിരെ നടന്നിട്ടുണ്ട് ഇത്തരം അന്വേഷണം. അങ്ങനെ ഒരു കാടൻ നിയമമാണ് ഇത്, അതുകൊണ്ട് അതിനിരയാക്കപ്പെടുന്നു എന്നൊക്കെയാണല്ലോ വാദിച്ചത്. അതിൻ്റെ ഭാഗമായി കൂടിയാകാം ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്ന കോടതിയുടെ നിർദ്ദേശവും വന്നിട്ടുണ്ടാവുക. ഇപ്പോൾ SFI അന്വേഷണം തുടരട്ടെ എന്ന് പറയുമ്പോൾ എക്സാലോജിക്കിന്റെ ഈ വാദത്തിന്റെ ഭാവി എന്താകും? വേണു, അതായത് സഹാറ ഗ്രൂപ്പ് പോലെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ അത്തരം കേസുകളിലാണ് 212 എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ 1,76,00,000 രൂപയുടെ ഇടപാട് മാത്രമാണ് നടന്നിരിക്കുന്നത്. ആ ഇടപാടിലേക്കാണ് 212 എന്ന് പറയുന്ന വകുപ്പ് ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വകുപ്പ് പ്രകാരം അന്വേഷണം നടത്തുന്നത്. അത് വലിയ തോതിലുള്ള നിയമവിരുദ്ധത അതിനകത്തുണ്ട് എന്നുള്ളതായിരുന്നു എക്സാലോജിക്ക് പ്രധാനമായും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ SFI പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
കാര്യമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 135 കോടി രൂപ CMRL കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എക്സാലോജിക്ക് വാങ്ങിയ പണമെന്ന് പറയുന്നത് ഒരു സേവനവും CMRL നൽകാതെയാണ് ഈ രീതിയിലുള്ള ഒരു പണം വാങ്ങിയിരിക്കുന്നത്, 1,76,00,000 രൂപ വാങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ രേഖാമൂലം, അതായത് ആദായ നികുതി വകുപ്പിൽ നിന്നും ലഭിച്ച രേഖകൾ പ്രകാരമാണ് കൃത്യമായി തന്നെ SFIO ഈ കാര്യം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതെന്തായാലും കോടതി കൃത്യമായി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കോടതിയിൽ SFIO സൂചിപ്പിച്ചിരുന്നു. അതായത് രേഖകൾ പ്രകാരം ഇത്ര വലിയ ഇടപാട്, അതായത് 135 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അവിടെ ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ കൂടി നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്വേഷണത്തിൽ മാത്രമേ അത് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും എന്തായാലും കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യവും കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരുടെ, അതായത് എക്സാലോജിക്കിന്റെ ഹർജിയിൽ പറഞ്ഞിരുന്ന 212 എന്ന വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ വകുപ്പ് ഇതിൽ ഉൾപ്പെടുത്തിയതിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതി കൊണ്ട് തന്നെയാണ് കടുത്ത നടപടികളിലേക്ക്, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു കാര്യം എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ തിങ്കളാഴ്ച തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ വിധിയിൽ ആ ഒരു കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നാളെ മാത്രമേ അത് കൃത്യമായി തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം വിധിപ്പകർപ്പ് നാളെയാണ് കോടതിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ആ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ജസ്റ്റിസ് M. നാഗപ്രസന്ന പറഞ്ഞത് ഒറ്റ വരിയിലുള്ളൊരു വിധിയാണ്. അതായത് എക്സാലോജിക്കിന്റെ ഹർജി തള്ളുന്നു, SFIOക്ക് അന്വേഷണമായി മുൻപോട്ട് പോകാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ആ വിധിപ്പകർപ്പിൽ ശരി, മനേഷിലേക്ക് വരാം. ഇപ്പോൾ ഈ നിയമയുദ്ധം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന മാത്യു കുഴൽനാടൻ MLA ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ശ്രീ മാത്യു കുഴൽനാടൻ, താങ്കൾ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു, എങ്കിലും ചോദിക്കുകയാണ്, ഈ കർണാടക ഹൈക്കോടതി വിധി എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് താങ്കൾ നടത്തുന്ന ഈ രാഷ്ട്രീയ നിയമ യുദ്ധത്തിൽ? ഇത് സ്വാഭാവികമാണ്, പ്രതീക്ഷിച്ച ഒരു വിധി തന്നെയാണ്. പക്ഷെ ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഈ വിഷയം വന്ന അന്നു മുതൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPM-ഉം ഈ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്കെതിരെ തീർത്ത പ്രതിരോധം എന്ന് പറയുന്നത് ഇത് കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നതാണ്, മുഖ്യമന്ത്രിയുടെ മകളെ വേട്ടയാടുന്നതാണ്. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടിനെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പത്രക്കുറിപ്പും ഉണ്ടായിരുന്നു. ആ നിലയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. നിയമസഭയിലും മുഖ്യമന്ത്രി മകളുടെ ഭാഗം കേട്ടില്ല എന്നും മാത്രമല്ല 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടിനെ അല്ലെങ്കിൽ അവർ നൽകുന്ന പണത്തെ മാസപ്പടി എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് എന്ന് ആക്ഷേപിച്ചു. ഇതിനെല്ലാമുള്ള ഒരു മറുപടിയാണ്. കാരണം ഈ വാദങ്ങളെല്ലാം SFIO അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തെറ്റുകാരല്ല, കുറ്റം ചെയ്തിട്ടില്ല, 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, ഇതെല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ വാദമായി അവർക്ക് സൗകര്യമുള്ള പോലെ പറയേണ്ട കാര്യങ്ങളെല്ലാം ഏറ്റവും ഉന്നതരായ അഭിഭാഷകരെ നിരത്തി വാദിച്ചതിന് ശേഷം പ്രഥമ ദൃഷ്ട്യാ അവർ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അതിന് ഉപോത്ബലകമായ നിലയിലുള്ള ക്രമക്കേടുകളും അഴിമതിയും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളും ചെയ്തിരിക്കുന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകട്ടെ എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇനിയെങ്കിലും പറഞ്ഞ CPM, മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല കാരണം മകളുടെ കാര്യമാണ്, CPM പറഞ്ഞിരുന്ന നിലപാട് പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാൻ. ഇതിന്റെ ഈ വിധിയുടെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. മാത്യു, ഒരു ചോദ്യം കൂടി. ഇപ്പോൾ CMRL-ൽ അന്വേഷണം നടത്തി, പരിശോധന നടത്തി SFIO, അതുപോലെ KSIDC-യിലും വീണയുടെ സ്ഥാപനം ഇപ്പോൾ മരവിപ്പിച്ച നിലയിലാണെന്നാണല്ലോ പറയുന്നത്. അപ്പം വീണയിലേക്ക് നേരിട്ട് SFIO ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കിടക്കുകയില്ല ഇനി പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം എക്സാലോജിക്കിനെ പ്രതികരിച്ച് ഉത്തരങ്ങൾ നൽകേണ്ടത് വീണ തന്നെയാണ്. കാരണം അവരാണ് അതിന്റെ സോൾ ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരാളുടെ കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. മറ്റാർക്കും മറ്റു ഡയറക്ടർമാരോ മറ്റ് പാർട്ട്നേഴ്സോ മറ്റാർക്കും പങ്കാളിത്തമോ ഉള്ളതല്ല. വീണയുടെ മാത്രം ഉടമസ്ഥതയിലുള്ള ഏക ഉടമ കമ്പനിയാണ് എക്സാലോജിക് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ച വിവരങ്ങൾ ഉത്തരം നൽകാനുള്ള ബാധ്യസ്ഥതയും നിയമപരമായ ഉത്തരവാദിത്വവും വീണയ്ക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചോദ്യം വരിക വീണയ്ക്ക് നേരെയായിരിക്കും, അത് ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചതിന് ഇപ്പോൾ ഷോൺ ജോർജും ഈ വിഷയത്തിൽ പ്രതികരിക്കും. ടോബിൻ ജോൺസണൊപ്പം ഷോൺ ജോർജ് ഉണ്ട്. ടോബിൻ, എന്താണ് ഷോണിന് പറയാനുള്ളത്?
വേണു, ഈ കേസിലെ പ്രധാന പരാതിക്കാരൻ തന്നെയാണ് ഷോൺ ജോർജ്. ഏതായാലും ഷോൺ ജോർജ് നമ്മളോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ഷോൺ, എങ്ങനെയാണ് ഈ ഒരു വിധിയെ കാണുന്നത്? രണ്ട് ഹർജികളാണ്. ഇപ്പോൾ KSIDCയുടെ ഹർജി തള്ളി, അതിന് പിന്നാലെ ഇപ്പോൾ വീണ എക്സാലോജിക്കിന്റെ ഹർജി. നമ്മളിതിനെ കുറച്ചുകൂടെ വൈഡായിട്ട് കാണണം. കാരണം ഇന്ത്യ പോലെ ഒരു എമർജിംഗ് എക്കണോമിയിൽ ഏറ്റവും അധികം കേസുകൾ ഇനി ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ ഉണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ചും കോർപ്പറേറ്റ് മേഖലയിലാണ്. അങ്ങനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 2013 കമ്പനി ലോ പരിഷ്കരിച്ച് ഇത്തരത്തിലുള്ള ഏജൻസി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഏജൻസിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എല്ലാ മേഖലയിലുള്ള ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നടക്കുന്ന എല്ലാവിധ ഫ്രോഡുകളും കൃത്യമായി അന്വേഷിക്കാൻ കഴിയുന്ന അധികാരമുള്ളൊരു ഏജൻസിയാണ് SFIO. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണത്തിന് ചില ചട്ടക്കൂടുകളുണ്ട്. അതിന്റെ ആ SFIO അന്വേഷണത്തിൽ ഇടപെടുന്നത് സംബന്ധിച്ച് കൃത്യമായി സുപ്രീം കോടതി തന്നെ ചില മാനദണ്ഡങ്ങൾ ജഡ്ജ്മെന്റിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോടതികൾ ആ വിഷയത്തിൽ ഒരു അന്വേഷണത്തിന്റെ പ്രൈമറി സ്റ്റേജിൽ ഇടപെടുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും കോടതി അത്തരത്തിലുള്ള ഒരു അലംഭാവം കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? പ്രത്യേകിച്ചും KSIDC ഒരു ഹർജി കൊടുത്തു, ഇപ്പോൾ എക്സാലോജിക്കും കൊടുത്തു. ഈ രണ്ട് ഹർജിയും ഈ അന്വേഷണം വേണ്ടെന്ന് പറയുന്നത് സത്യം പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അത് എടുത്തു പറയേണ്ട ഒരു ഉദാഹരണം, 31-ാം തീയതിയാണ് SFIO എൻക്വയറി ഓർഡർ ചെയ്തത്. അതിനുശേഷം അപ്പോൾ തന്നെ 4 വർക്കിംഗ് ഡേ അതിനുശേഷം ഉണ്ടായിരുന്നു. അന്നൊന്നും ഈ കേസ് ആരും കൊടുത്തില്ല. KSIDCയിലും CMRLലും റെയ്ഡ് കഴിഞ്ഞു, വിഭ്രാന്തി തുടങ്ങി, പിന്നെ പാനിക്കായി, പിന്നാണ് അവർ രണ്ടുപേരും കോടതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, CMRലും KSIDCയിലും നടത്തിയ റെയ്ഡിലും എൻക്വയറിയിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ രണ്ട് ഏജൻസിയിൽ ഇരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ രേഖകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ. തീർച്ചയായിട്ടും അവർക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. എവിടെ പോയാലും ഈ ഒരു സ്റ്റേജിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റിലേക്ക് വന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യത്തിലൊക്കെ കോടതി ഇടപെടൽ സ്വാഭാവികം ഉണ്ടാവും. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ SFIO നിയന്ത്രിച്ചാൽ ഇത് മാത്രമല്ല, ഇന്ത്യ ഒട്ടുക്ക് നടക്കുന്ന നിരവധി വിഷയങ്ങൾക്ക് നിരവധി അന്വേഷണങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ SFIO നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കോടതി വളരെ ഒരു ബ്രോഡ് മൈൻഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു GST കേസ് മാത്രമാണ് എന്ന് ആദ്യം പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു വലിയ തട്ടിപ്പിന്റെ ഒരു ചുരുളഴിഞ്ഞു വരികയാണ്. GST, വിജിലൻസ് കേസ്, അതുപോലെ ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ഇതിനകത്തൊക്കെ നമ്മൾ കൃത്യമായൊരു ട്രാക്കിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാക്ക് ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഞാൻ ഒരു മാധ്യമങ്ങളിലും ഞാൻ പ്രത്യക്ഷപ്പെടാതിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നൊരു കാര്യം, വലിയ രീതിയിൽ മാധ്യമങ്ങൾ അതിനകത്ത് പങ്കാളികളല്ല. കാരണം വിഷയം വരുന്നു, ആ വിഷയത്തിൽ മാധ്യമങ്ങൾ ചർച്ച നടത്തുന്നല്ല, അത് മാധ്യമങ്ങൾ ഇതിനകത്ത് പങ്കാളികളല്ല. പക്ഷെ വളരെ ആസൂത്രിതമായി നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്നും ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ എനിക്ക് ഒരു ദിവസം 100-200 ഡോക്യുമെന്റ്സ് ആണ് പലരും സ്നേഹം കൊണ്ട് കൊണ്ടുതരുന്നത്. അത് എന്താണ്, അതിനകത്ത് 90% ആളുകളും എന്നെ വിളിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് കുറെ ആളുകളെ പർപ്പസ്ഫുള്ളി എന്നെ ചുറ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ, കുറെ ഫേക്ക് ഡോക്യുമെന്റ്സ് തരാം, ഞാൻ ഇതെല്ലാം കയറി പിടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ക്രക്സിൽ നിന്നും ഞാൻ മാറിപ്പോകണം, അങ്ങനെ വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരം ശ്രമങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഒരു എക്സാലോജിക്കിന്റെ കേസിൽ മാത്രമാണോ ഈ SFIO അന്വേഷണം ഇനി പോകാൻ സാധ്യതയുള്ളത്? കൂടുതൽ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്? എക്സാലോജിക്കിലേക്ക് മാത്രം പോയാൽ മതിയെങ്കിൽ നമുക്ക് 210 എൻക്വയറി മതിയായിരുന്നു. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പക്ഷെ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട്. ആ അധികാര ദുർവിനിയോഗത്തിലൂടെ അവർ ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്ത അനധികൃതമായ ഇടപാടുകളുടെ പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയത്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ആ അനധികൃതമായ ആ ഇടപാടുകൾ എന്താണ്, ആ ഇടപാടുകളിൽ ആരൊക്കെ എത്രയൊക്കെ പറ്റിയിട്ടുണ്ട്, അത് മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, ഇവിടുത്തെ ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് മാത്രം പറയുന്നില്ലല്ലോ, ഇവിടെ ആരൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരി, SFIO അന്വേഷണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ച പരാതിക്കാരൻ ഷോൺ ജോർജ് ആണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി വിധിയെപ്പറ്റി പ്രതികരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി വരാം ഇടവേളയ്ക്ക് ശേഷം. വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു.
വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഗുരുതരമായ പരിക്കുകളായിരുന്നോ? എന്താണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അതീവ ഗുരുതര പരിക്കുകളോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് 11:15 കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ വിഭാഗം ഡോക്ടർമാരെയും സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിച്ചു കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടുത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പ് മേധാവികളും ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. അവരുടെ ഒരു ശ്രമം അവർ 11:15 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11:15 കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് ഇത്തരം ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ആളെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്, അടിയന്തരമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. അതിനെ തുടർന്നാണ് പിന്നീട് വളരെ വേഗത്തിൽ നമ്മൾ കണ്ടതാണ് പോലീസിൻ്റെ എസ്കോർട്ട് കൂടി ആംബുലൻസ് ഇങ്ങോട്ട് എത്തുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം ഫുൾ സജ്ജമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കുറുവ ദ്വീപിലെ താൽക്കാലിക വാച്ചർ കൂടിയായ പോളിന് കാട്ടാനയുടെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. നമുക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ചുമതല, ഈ ഒരു ഏകോപൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. സർ, എന്തായിരുന്നു ഇവിടെ എത്തുമ്പോൾ പോളിൻ്റെ അവസ്ഥ? ഇന്ന് 3 മണിയോടെയാണ് എത്തിയത്. രാവിലെ 11 മണിക്ക് അവിടെ വയനാട്ടിൽ നിന്ന് മെസ്സേജ് വന്നതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡിയോളജി, സർജറി, ഫിസിഷ്യൻ, ഓർത്തോ, ഈവൻ എല്ലാ PG ഡോക്ടേഴ്സ് സഹിതം ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പേഷ്യൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഏതാണ്ട് 3:25 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. പിന്നെ FIR തയ്യാറാക്കുന്ന ഈ ജില്ലയല്ല, വയനാട് ജില്ല ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ഒരു ക്രൈസിസ് നീക്കുകയാണ്. അതിപ്പോൾ ഉടനെ പരിഹരിക്കും. പരമാവധി ചെയ്യാൻ പറ്റുന്ന കൈകാര്യങ്ങൾ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ഭരണകൂടത്തിൽ നിന്നുള്ള ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. രാവിലെ 9 മണിക്കാണ് ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെട്ടത്. പിന്നീട് കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഓടുന്നതിനിടെ വീഴുകയായിരുന്നു. അതിൽ ഒരു കാട്ടാന ഇദ്ദേഹത്തെ ആക്രമിച്ചതാണ്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ പരിക്കുണ്ടായത്. ആദ്യം മാനന്തവാടി ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാനന്തവാടി ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോഴിക്കോട്ടേക്ക് മെഡിക്കൽ കോളേജിലെത്തി 5 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വേണു. മിഥില ബാലനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തും വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എപ്പോഴായിരുന്നു ഈ ജീവനക്കാരന് പരിക്കേറ്റത്? ഈ കുറുവ ദ്വീപ് എന്ന് പറയുന്നത് ഇത്തരം കാട്ടാന ശല്യമുള്ള, അങ്ങനെ കാട്ടാന ആക്രമണമൊക്കെ നടക്കുന്നൊരു സ്ഥലമാണോ? വേണോ, ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 5 ദിവസത്തിന് ശേഷമാണ് പോൾ ജോലിക്ക് എത്തിയത്. ഇത് കുറുവ ദ്വീപ് എന്ന് പറയുന്നത് ഒരു ടൂറിസം കേന്ദ്രമാണ്. വനംവകുപ്പിന് കീഴിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമാണ് കുറുവ ദ്വീപ്. ഏറെ നാളായി കടുവ പ്രശ്നവും അതോടൊപ്പം തന്നെ കരടി പ്രശ്നവും കാട്ടാന പ്രശ്നവും എല്ലാം തന്നെ നിരന്തരമുള്ള മേഖലയാണിത്. ഇതേ തുടർന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രം ഈ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി പേർ ഈ വിവരമറിയാതെ വരുന്നുണ്ട്. അവരെ ഈ പുതിയ മോഴയാന ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ബേലൂർ മക്കന ഇറങ്ങിയ ഒരു കൂടിയാണ് ഈ ആളുകളെ തിരിച്ചുവിടുന്നത്. പ്രത്യേകിച്ച് നിരോധനാജ്ഞ നിലനിൽക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ മുഴുവൻ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ചെറിയമല ജംഗ്ഷനിലേക്ക് ഇദ്ദേഹം പാക്കം സ്വദേശിയായിട്ടുള്ള പോൾ എത്തുന്നത്. ഇന്ന് രാവിലെ 9:30 ഇദ്ദേഹം എത്തി. 9:30 എത്തിയ ശേഷം ഈ വാഹനങ്ങൾ തിരിച്ചുവിടുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന വന്നത്. കാട്ടാന ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഇദ്ദേഹത്തെ നേരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. ഇതിനുശേഷമാണ് ആന്തരിക രക്തസ്രാവമുള്ള കാര്യം വ്യക്തമായത്. നട്ടലിന് ഗുരുതരമായ പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ വാരിയിൽ ഒടിഞ്ഞ നിലയിലായിരുന്നു. ആന്തരിക രക്തസ്രാവം, ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ മാറ്റാനുള്ള നീക്കം
വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വനം മന്ത്രി നേരിട്ട് ഇടപെട്ടു. ഈ എയർ ആംബുലൻസ് വഴി എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത് ആദ്യഘട്ടത്തിൽ. പക്ഷേ കോയമ്പത്തൂരിൽ നിന്നെത്തിയ എയർ ആംബുലൻസിൽ അത്തരം സൗകര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഹെലികോപ്റ്ററിൽ അത്തരം സൗകര്യം ഉണ്ടായിരുന്നില്ല. മാനന്തവാടി തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ എത്തിയതാണ്. ഹെലികോപ്റ്റർ എത്തിയ ശേഷം അതിന് മുമ്പായി തന്നെ ആംബുലൻസിൽ ICU ആംബുലൻസ് സജ്ജീകരിക്കുകയും ഇവിടെ നിന്ന് വേഗത്തിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത എത്തുന്നത്. എന്തായാലും വയനാട്ടിൽ അജീഷ് എന്ന ഒരു മനുഷ്യന്റെ ജീവൻ ഒരു മോഴയാന അപഹരിച്ച സംഭവത്തിന്റെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരാഴ്ചയാകുന്നു. ആ ഒരാഴ്ച 7 ദിവസമാകുന്നു. ഇതിനിടയിലാണ് മറ്റൊരു ദുരന്ത വാർത്ത കൂടി വയനാട്ടിൽ നിന്ന് വരുന്നത്. എന്തായാലും പോളിന്റെ മരണം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രണ്ടാമത്തെ മരണമാണ് ഒരാഴ്ചക്കിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു. പ്രത്യേകിച്ച് ഈ കുറുവാ ദ്വീപിൽ ആണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് ശരി. സുർജിത്ത് അയ്യപ്പത്തും മിഥില ബാലനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. കുറുവാ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3:25 പോളിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. VC നിയമനത്തിനുള്ള പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചേർന്ന കേരള സർവകലാശാല യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കം നിയമവിരുദ്ധമാണെന്ന പ്രമേയം യോഗം പാസാക്കി. വൈസ് ചാൻസലർക്ക് പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയം പാസായിട്ടില്ലെന്ന VCയുടെ നിലപാട് മന്ത്രിയും VCയും തമ്മിൽ വാക്പോരിനിടയാക്കി. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്കിയിട്ടുള്ളത്. VCയാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. പ്രക്ഷുബ്ധാവസ്ഥയെ തുടർന്നാണ് സെനറ്റ് യോഗം പിരിച്ചുവിട്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഈ സെനറ്റിലെ തീരുമാനം എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? കാരണം മന്ത്രി ഒരു നിലപാട് പറയുന്നു, VC മറ്റൊരു നിയമപ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു നോമിനിയെ അയക്കുന്നതിൽ എന്ത് തീർപ്പിന്നുണ്ടായി എന്നാണ് കരുതേണ്ടത്? വേണു, ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടില്ല. ആശയക്കുഴപ്പവും അവ്യക്തതയും ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ചേർന്ന സെനറ്റ് യോഗത്തിൽ അജണ്ട വായിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടതംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സെനറ്റ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ നൽകാൻ ഇപ്പോൾ നിയമപരമായി കഴിയില്ല എന്ന നിലപാടാണ് ഇടത് അംഗങ്ങൾ എടുത്തത്. എന്നാൽ ഗവർണറുടെ നോമിനികൾ ഇതിനെ എതിർത്തു. ഇതാണ് വാഗ്വാദത്തിന് കാരണമായത്. ഇതിന് ഇടയിലാണ് ഇടതംഗം പ്രമേയം അവതരിപ്പിച്ചത്. ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഉള്ള ഗവർണറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണെന്നും അതിനാൽ പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നുമുള്ള പ്രമേയം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അംഗീകരിക്കുകയായിരുന്നു. എന്നാൽ VC ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ഇതാണ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും VCയും തമ്മിലുള്ള വാക്പോരിന് ഇടയാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. മന്ത്രി പറഞ്ഞത് ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കി കഴിഞ്ഞു, അതിനാൽ തന്നെ യോഗം പിരിയണം എന്നുള്ളതായിരുന്നു. എന്നാൽ VCയുടെ നിലപാട് ഇത്തരത്തിലൊരു പ്രമേയം പാസാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇതിനിടയിലാണ് UDF അംഗങ്ങൾ ഡോക്ടർ ദിലീപ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ഗവർണറുടെ നോമിനികൾ MKC നായരുടെയും പേര് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു പേര് ഗവർണർക്ക് നൽകുമെന്നാണ് VC യോഗത്തെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ടോ, ഇതിന് നിയമസാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഇങ്ങനെ സെനറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സെനറ്റ് യോഗം അംഗീകരിക്കാത്ത പേര് ഗവർണർക്ക് കൈമാറാൻ കഴിയുമോ? ഇത് തീർച്ചയായും അടുത്ത നിയമ പോരാട്ടത്തിലേക്കും നിയമക്കുരുക്കിലേക്കും നീങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വേണു, VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് സെനറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് സൂപ്പർഫാസ്റ്റ്.